കുഴപ്പമില്ലേടെ? ഓ ഒരു മൂഡിലാണ്. എന്ത് പറ്റി നിന്റെ മൂഡ്? ഓ അങ്ങനെയൊന്നുമില്ല. പിന്നെ എന്തായി നിന്റെ കല്യാണ കാര്യമൊക്കെ? ഈയിടയ്ക്ക് എങ്ങനെ ഒരു ചോറ് തരൂടെ? ചോറ് ഹോട്ടലിൽ നിന്ന് വാങ്ങിത്തരാണ്. അതേ നടക്കൂ. എന്ത് പറ്റി രമണ? നമുക്കൊന്നും വിളിച്ചിട്ടില്ലാണ്. നമുക്ക് ഈ പാടത്തിന് മുഴുവൻ ജീവൻ തീർക്കാനേ പറഞ്ഞിട്ടുള്ളൂ. തളരരുത് രാമൻകുട്ടി, തളരരുത്. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. ഞാൻ ചത്ത് മുകളിലോട്ട് പോയിട്ടായിരിക്കും. ഇപ്പം നിനക്ക് എന്താണ് നിന്റെ വിഷയം? എന്നോട് പറ. എന്നെ കൊണ്ട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പരിഹരിക്കാം. അണ്ണാ നിങ്ങൾക്കറിയാമല്ലോ, പെണ്ണ് കണ്ട് കണ്ട് മടുത്ത്. ഒന്ന് രണ്ടെണ്ണം നിശ്ചയം വരെ ആയതാണ്. എല്ലാം പോയി. അണ്ണാ എൻ്റെ അത്ര യോഗ്യത പോലെടുത്ത ആൾക്കാരെ പെണ്ണും കെട്ടി നടക്കാണുമ്പോൾ വിഷമം തോന്നും. ചില സമയത്ത് ചാവാൻ തോന്നിയിട്ടുണ്ട്. അത് നിരാശപ്പെടാതെ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. അണ്ണാ അത് മാത്രമല്ല, ഇവനൊക്കെ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ 2ഉം 3ഉം ലൈനാണ്. ഇപ്പം കെട്ടിയോമാർക്കാണ് ഡിമാൻഡ്. എനിക്ക് ഫേസ്ബുക്കിലെങ്കിലും ലൈൻ സെറ്റായാൽ മതിയായിരുന്നണ്ണാ. ഇതൊക്കെ ഒരു ടെക്നിക്കാണ്. പിന്നെ ഈ ഗ്ലാമർ എന്നൊരു കാര്യമില്ല. നമ്മൾ കുറച്ച് കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കും വീഴും കളികൾ. ഇപ്പം എന്താണ് നിന്റെ വിഷയം? ഒരു സെറ്റപ്പ് ഉണ്ടാക്കണം, അത്രയല്ലേ ഉള്ളൂ. അണ്ണാ നിങ്ങൾ വലിയ സെറ്റപ്പ് പറഞ്ഞിരിക്കാതെ ഇങ്ങോട്ട് കീച്ച് എൻ്റെ മരുഭൂമിയിലേക്ക് പറന്നിറങ്ങും ഋഷിസിംഗ. ഒന്ന് അടങ്ങടേ. പിന്നെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. പാവം പയ്യനല്ലേ, ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോ. എടാ, ആദ്യം നമ്മളൊരു നല്ല കിളി എന്നെങ്കിൽ ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കണം. പെട്ടെന്ന് മൈൻഡ് ചെയ്യൂല, സമയമെടുക്കും. ഫ്രണ്ട് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നീ വാലും പൊക്കി അങ്ങോട്ട് ഓടരുത്. പച്ച വെള്ളം കിട്ടില്ല. ആദ്യം അവരുടെ പ്രൊഫൈലിൽ കയറിയിട്ട് ഏതുതരം പോസ്റ്റുകളാണെന്ന് നോക്കണം. അതിനങ്ങ് നീ ചുമ്മാ സപ്പോർട്ട് ചെയ്യ് 2 ദിവസം. പാവങ്ങളല്ലേ, സന്തോഷിച്ചോട്ട്. പിന്നെ നീ ഒരു കാര്യം ചെയ്യാനുള്ളത്, 3-4 പോസ്റ്റുകൾ എവിടെന്നെങ്കിലും അടിച്ചു മാറ്റിയിട്ടുണ്ട്. എല്ലാവരും അറിയട്ടാ നിനക്കൊരു അക്കൗണ്ട് ഉണ്ടെന്ന്. ഞാൻ ഇടുന്നുണ്ടാ പോസ്റ്റുകൾ. ഞാൻ കാണുന്നുണ്ട് നിന്റെ പോസ്റ്റ്. ദേവിയുടെ ഫോട്ടോ 100 പേർക്ക് അയച്ചു കൊടുത്ത ലോട്ടറി അടിക്കുമെന്നും ഇല്ലെങ്കിൽ ആട് കുത്തുമെന്നും. ഇമാതിരി ഊള പോസ്റ്റുകളല്ല, നല്ല പോസ്റ്റുകൾ. അതാണ് ഞാൻ പറഞ്ഞ അടിച്ചു മാറ്റണോ. അത് ചെയ്യാം. നീ അവിഹിതമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിന്റെ പോസ്റ്റിലും സ്റ്റോറിയിലും അതിന്റെ ഒരു അംശം ഉണ്ടാകുന്നത് നല്ലതാണ്. അല്ലാതെ പോസ്റ്റിൽ സാഹിത്യവും ഇൻബോക്സിൽ അവിഹിതവുമായാൽ പകൽമാന്യൻ എന്ന നാമം സ്വീകരിക്കേണ്ടി വരും. അനുഭവം ഉണ്ട്. പിന്നെയാണ് നമ്മുടെ സാഹസം. നമ്മൾ ഉദ്ദേശിക്കുന്ന ആളുടെ ഇൻബോക്സ് തുറന്നത് ഹായം കിട്ടണം. റിപ്ലൈ കിട്ടില്ലെങ്കിൽ നീ തിരക്ക് കൂടരുത്. അത് ശരിയാ. അഥവാ റിപ്ലൈ ഹായ് ആണെങ്കിൽ മെല്ലെ മെല്ലെ നീ സംസാരിച്ചു തുടങ്ങണം. നീ പറയുന്നതിന് മാത്രം മറുപടി പറയുകയാണെങ്കിൽ വല്ലാതെ തുടരണ്ട. താല്പര്യമില്ലാതെ ചാറ്റ് ചെയ്തത് നമുക്ക് മനസ്സിലാക്കാം. അണ്ണാ കലിപ്പുണ്ടാവോ? ഒന്നാതെ ഇവിടെ പെണ്ണ് കിട്ടുന്നില്ല, ഇതും കൂടെ ഇവിടെ നാട് വിടുന്നതാണ് നല്ലത്. ഇമാതിരി പേടിത്തൂരൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമൊന്നുമല്ല ഇത്. ഇതാണ് നിനക്കൊന്നും സെറ്റ് ആവാത്തത്. ഇനി ബാക്കി പറയണോ പോണോ? അണ്ണാ എനിക്കും വേണമല്ലേ. അണ്ണൻ പറ, നാട്ടോടെ പോവാൻ പറയണ. സബാഷ്, അങ്ങനെ അടിച്ചു കയറി വാ. അപ്പം നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയത്? നമ്മൾ ചോദിക്കുന്നതിന് മാത്രം മറുപടി പറയുകയാണെങ്കിൽ താല്പര്യമില്ലാണ് ചാറ്റ് ചെയ്യാൻ അർത്ഥം എന്നാണ് അണ്ണൻ പറഞ്ഞത്. നിനക്കിതിൽ നല്ലൊരു ഭാവി ഞാൻ കാണുന്നു. അതല്ല, റിപ്ലൈ ലൈക്ക് മാത്രമാണെന്നുണ്ടെങ്കിൽ അവിടെ നിൽക്കണ്ട എന്ന് പോലെ. ചിലർ നിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി തരും, അത് നിന്റെ ഭാഗ്യം പോലെ ഇരിക്കും. പിന്നെ അത് കാണിച്ച് ഇത് ചോദിച്ചു എന്ന് പറഞ്ഞ സ്ക്രീൻഷോട്ട് എടുക്കുന്നതിലാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. അതുകൊണ്ട് തുടക്കത്തിലെ ആക്രാന്തം കാണും. അങ്ങനെയൊന്നുമില്ല. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് കാര്യം, ഈ ഗേൾ ഐ ഡി എന്ന് പറയുന്നതെല്ലാം കിളികളാണെന്നില്ല. പിന്നെ പറയാനുള്ളത്, ആരുടെ അനുവാദമില്ലാതെ കോൾ ചെയ്തു. അവരൊക്കെ ഏതൊക്കെ സാഹചര്യത്തിലാണെന്ന് നമുക്ക് പറയാനൊക്കില്ല. സംസാരിക്കാൻ താല്പര്യമുള്ളവർ പോലും തിരിഞ്ഞു നോക്കില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കും. അപ്പൊ പറഞ്ഞു വന്നത്, ചാറ്റ് ചെയ്യുന്നവരെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കിയ ശേഷം മാത്രം മറ്റുള്ളവരിലേക്ക് കിടക്കുക. അല്ലാത്ത പക്ഷം സ്ക്രീൻഷോട്ടുകൾ കഥ പറയും. ആദ്യ സ്റ്റെപ്പ് ഇതൊക്കെ ഫോളോ ചെയ്ത് നോക്ക്, ബാക്കി പതിയെ പറഞ്ഞു തരാം. പിന്നെ അതിപ്രധാനമായ ഒരു കാര്യം, എവിടെയെങ്കിലും എന്തേലും പ്രശ്നമായ ആശാനെ ഒറ്റ കൊടുക്കരുത്. പറഞ്ഞ മനസ്സിലായ? ആശാനിട്ട് ചാമ്പല്ലേന്ന്. അണ്ണാ അങ്ങനൊന്നും പറയല്ലേ. ഇല്ല, അങ്ങനെയൊന്നും ഇല്ല അണ്ണാ. അങ്ങനെ പറയല്ലണ്ണാ. ഇനി ഇരുന്നാ ശരിയാവില്ല. ഞാൻ പോയി അരിക്കുള്ള മകാൻ പിടിക്കും. ശരിയണ്ണാ. ഓക്കെ. നല്ല മനുഷ്യൻ, ഞാൻ പൊളിക്കും.